Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about the importance of customer relationship management. In the previous class, we have learned about customer relationship management. Customer relationship management is a business strategy to promote customer relationship in order to increase sale. Today in this lecture, we will be looking into the importance of customer relationship management. Better service to customer. CRM provides more opportunities to customer for communicating their needs to the organization through numerous contact points. Customer relationship management എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമറിന് കൂടുതലായിട്ട് അവരുടെ നീഡ്സിനെ കുറിച്ച് ഒരു ഓർഗനൈസേഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് വഴി? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. എന്താണ് കസ്റ്റമർ റിലേഷൻ എന്ന് പറയുന്നത്? ഒരു കസ്റ്റമർ അവരുടെ മറ്റ് കോമ്പറ്റേറ്റീവ് പ്രൊഡക്ട്സിൽ നിന്നും ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റ് മാത്രം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ്, ആ കസ്റ്റമറും ആ ഓർഗനൈസേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഇത്തരത്തിലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് കസ്റ്റമറിൻ്റെ നീഡ്സും വാണ്ട്സും കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും, ഒരു കസ്റ്റമറിന് ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് കസ്റ്റമറിന് അവരുടെ നീഡ്സിനെ കുറിച്ച് ആ ഓർഗനൈസേഷനായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ്, കസ്റ്റമൈസേഷൻ ഓഫ് മാർക്കറ്റ് ഓഫറിംഗ്. Companies can customize a product or service depending on the data available with them. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി ഒരു കസ്റ്റമർ ടാർഗറ്റ് മാർക്കറ്റിന് ഉള്ള കസ്റ്റമറിനെ കുറിച്ചുള്ള എല്ലാ വിധത്തിലുള്ള ഡേറ്റാസും ആര് കളക്ട് ചെയ്യും? ഒരു ഓർഗനൈസേഷൻ, മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ കൃത്യമായിട്ട് കളക്ട് ചെയ്യും. അതുവഴി ആ കസ്റ്റമറിൻ്റെ നീഡ്സ് എന്താണ്, ഏത് തരത്തിലാണ് ആ കസ്റ്റമറിൻ്റെ പ്രോഡക്റ്റിന് ആവശ്യം, ഇതിനെല്ലാം അനുസരിച്ച് കൃത്യമായിട്ട് ആ ഒരു ടാർഗറ്റ് മാർക്കറ്റിന് ആവശ്യമുള്ള രീതിയിൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കൃത്യമായിട്ട് കസ്റ്റമൈസ് ചെയ്യുക. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. CRM കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിക്ക് ആ കസ്റ്റമറിനെ, ടാർഗറ്റ് കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ച് പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ കൃത്യമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുവഴി കൂടുതൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാനും പറ്റും. റിഡക്ഷൻ ഇൻ ദ കസ്റ്റമർ ഡിഫെക്ഷൻ റേറ്റ്. CRM emphasis on training and development employees to be more customer oriented. It helps them to give more care and concern towards the valuable customer. അപ്പോൾ CRM ആക്ടിവിറ്റി അത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അവരെ സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സണൽസിനെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതലുമായി കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമറിനെ എല്ലാവിധ സാറ്റിസ്ഫാക്ഷനും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ഒരു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കസ്റ്റമർ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് അവരുടെ കസ്റ്റമർ ഡിഫെക്ഷൻ റേറ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആവുന്നു അത്രത്തോളം കസ്റ്റമർ ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് പോകും. കസ്റ്റമർ മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് പോകാതെ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിലേക്ക് തന്നെ വീണ്ടും വീണ്ടും വരും. ഇംപ്രൂവ്മെൻറ്റ് ഇൻ ലോങ് ടേം റിലേഷൻഷിപ്പ്. Some firms treat their customer as partners. If the customer gets involved in the firm, they are more likely to remain with the firm. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് കസ്റ്റമറിനെ ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുക. പാർട്ട്ണർ ഇൻ ദ സെൻസ് എല്ലാ വിധത്തിലും അവരുടെ ഒപ്പീനിയൻസ് സ്വീകരിക്കുക, അവരുടെ ഒപ്പീനിയൻസ് അനുസരിച്ച് ചേഞ്ചസ് വരുത്തുക. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ആ കസ്റ്റമറിന് ഒരു പാർട്ട്ണർഷിപ്പ് ഫീൽ ഉണ്ടാകും, നമ്മുടെ സ്വന്തം ഓർഗനൈസേഷൻ എന്നൊരു ഫീൽ ഉണ്ടാകും. അതുവഴി ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, അടുത്തെങ്കിലും മറ്റൊരു പ്രോഡക്റ്റിലേക്ക് പോകാതെ നമ്മുടെ പ്രോഡക്റ്റ് തന്നെ ലോങ് ടേമിലേക്ക് പർച്ചേസ് ചെയ്യുന്ന രീതിയിലേക്കൊരു ലോങ് ടേം കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. Increase in customer equity. CRM increases customer value. The firm focuses the marketing efforts more on the most valuable customers. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് വഴി ഒരു മാർക്കറ്റർ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന അവരുടെ മോസ്റ്റ് വാല്യുബിൾ കസ്റ്റമേഴ്സിലേക്കാണ്. അതായത് അവരുടെ ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ വാല്യൂ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുക, അവരെ കൂടുതലായിട്ട് സെർവ് ചെയ്യുക എന്ന രീതിയിലേക്കാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ലോയൽ ആയിട്ടുള്ള കസ്റ്റമർ ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ഫാസ്റ്റർ ഡീൽസ്. Prompt response from sales personnel tempts customer to convert their enquiries into real purchase. ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ സെയിൽസ്മാൻ
വൺസ് ആ കസ്റ്റമറിൻ്റെ ഒരു എൻക്വയറി പറയുന്ന സമയത്ത് തന്നെ ആ സ്പോട്ടിൽ തന്നെ എല്ലാവിധ രീതിയിലും ആ കസ്റ്റമറെ എൻക്വയറി സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ഇതുവഴി ആ ഒരു കസ്റ്റമറിനെ പെട്ടെന്ന് ആ ഒരു പർച്ചേസിലേക്ക് കൂടുതൽ ആലോചിക്കാതെ തന്നെ ആ ഒരു പർച്ചേസിലേക്ക് പോകാനായിട്ട്, അതായത് ഒരു കസ്റ്റമർ ഒരു റിക്വയർമെൻറ്റ് പറയുമ്പോൾ ആ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഒപ്റ്റിമൽ പ്രോഡക്റ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ കസ്റ്റമർ കൂടുതലൊന്നും ആലോചിക്കില്ല, അപ്പോൾ തന്നെ അത് പർച്ചേസ് ചെയ്യും. ആ ഒരു രീതിയിലാണ് നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ സെയിൽസ് പേഴ്സൺ റെസ്പോണ്ട് ചെയ്യുക. Competitive advantage. The firm adopts CRM gets competitive advantage in the market. They can face the competition with much ease. Competitive advantage എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. CRMൻ്റെ മെയിൻ ഗോൾ തന്നെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. എന്താണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുക? നമ്മുടെ പ്രോഡക്റ്റ് സിമിലർ ആയിട്ടുള്ള മറ്റ് പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഉണ്ടെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് സ്ഥിരമായിട്ടൊരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മറ്റ് കസ്റ്റമേഴ്സിൻ്റെ പ്രോഡക്റ്റിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റിനെ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. മറ്റ് കസ്റ്റമേഴ്സിലേക്ക് പോകാതെ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് തന്നെ വീണ്ടും വീണ്ടും കസ്റ്റമർ വന്നുകൊണ്ടിരിക്കും. Building and maintaining corporate image. Loyal customers spread good words about the company and its product. This enables a firm to get additional customers to its fold. ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. അവർ പറയുന്ന ആ വേർഡ് ഓഫ് മൗത്തിലൂടെയാണ് കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ പുതിയ പ്രോഡക്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു നല്ല കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി ആ കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന നല്ലൊരു കോർപ്പറേറ്റ് ഇമേജാണ്. അതുവഴി കൂടുതൽ കസ്റ്റമേഴ്സിനെ കമ്പനിക്ക് ഏൺ ചെയ്തുകൊണ്ടിരിക്കുക. High return on investment. This is because of the repeat purchase on the part of loyal customer. Once customer relationship management activities എല്ലാം സക്സസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരും. അത് മാത്രമല്ല വൺസ് നമ്മുടെ കസ്റ്റമർ ആയി തീരുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമ്മുടെ റിട്ടേൺസ് ഇൻക്രീസ് ചെയ്യുക എന്നർത്ഥം. ഇതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കസ്റ്റമർ വൺസ് നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പ്രോഡക്റ്റ് തന്നെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് വേണ്ടാതായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും കസ്റ്റമർ റിലേഷൻഷിപ്പിലെല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് തന്നെ വീണ്ടും പർച്ചേസ് ചെയ്യുന്നതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. Now let us see the basic task to achieve the basic goals of CRM. At first, customer identification. To serve or provide value to customer, the company must know or identify the customer through channels, transactions and interaction over time. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ. കൃത്യമായിട്ട് കസ്റ്റമറിന് എന്ത് പ്രൊവൈഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കസ്റ്റമർ ആരാണ്, ഏത് രീതിയിലാണ് ആ കസ്റ്റമറിൻ്റെ നീഡ്സ്, ഇത്തരം കാര്യങ്ങളെല്ലാം പല രീതിയിലെ ചാനൽസ് യൂസ് ചെയ്ത് പല ട്രാൻസാക്ഷൻസ് വഴി പല ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് വഴി ആ കസ്റ്റമറിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. കസ്റ്റമർ ഡിഫറൻസിയേഷൻ. Each customer has his own lifetime value and requirements. Hence, he imposes unique demands and requirements from the company. ഓരോ കസ്റ്റമറും ഡിഫറെൻ്റ് ആണ്. ഓരോ കസ്റ്റമറിനുണ്ടാവുന്ന റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ്. അതുകൊണ്ട് തന്നെ ഓരോ കസ്റ്റമറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാനായിട്ട് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിന് സാധിക്കണം. കസ്റ്റമർ ഇൻട്രാക്ഷൻ. കസ്റ്റമർ ഡിമാൻഡ്സ് ചേഞ്ച് ഓവർ ടൈം. Therefore, the company needs to learn about the customer continuously. ഒരു കസ്റ്റമറിൻ്റെ നീഡ്സും വാണ്ട്സും ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കില്ല. ടൈം പോകുന്നതനുസരിച്ച് പുതിയ പ്രോഡക്റ്റ്സ് അനുസരിച്ച് എപ്പോഴും നീഡ്സും വാണ്ട്സും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കസ്റ്റമറിൻ്റെ നീഡ്സ് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാനും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുകയുള്ളൂ. കസ്റ്റമൈസേഷൻ. ട്രീറ്റ് ഈച്ച് കസ്റ്റമർ യുണീക്ക് is the motto of entire customer relationship management process. ഓരോ കസ്റ്റമറേയും ഒരു സിംഗിൾ യൂണീക്ക് പേഴ്സൺ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് പ്രോസസ്സ് സക്സസ്ഫുൾ ആയി പോകുള്ളൂ. കാരണം ഓരോരുത്തരുടെ നീഡ്സ് വ്യത്യാസമാണ്. ഓരോരുത്തർക്ക് ആവശ്യമായുള്ള പ്രോഡക്റ്റ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്ക് മാറിയാൽ മാത്രമേ മോഡേൺ മാർക്കറ്റിങ്ങിൽ നമുക്കൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ലോങ് ലൈഫിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ടാസ്ക് ടു അച്ചീവ് ദ ബേസിക് ഗോൾസ് ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. Now let us look into the three main important components of CRM. First, customer. The customer is the only source of the present profit and future growth of the company. CRM can be thought as a
marketing approach that is based on customer information. കസ്റ്റമർ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മാർക്കറ്റിംഗ് അപ്രോച്ച് എന്ന രീതിയിലാണ് നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് കാണുന്നത്. കാരണം നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഫസ്റ്റ് ടാസ്ക് ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ. ഓരോ കസ്റ്റമറിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ നീഡ്സും വാണ്ട്സും മനസ്സിലാക്കി അങ്ങനെ കസ്റ്റമറിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷനാണ് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ബേസ്. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ബേസിക് അല്ലെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് കസ്റ്റമർ എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ്. The relationship between a company and its customer involves continuous bi-directional communication and interaction. ഒരു കസ്റ്റമറും കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈ ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലും ഒരു കസ്റ്റമർ കമ്പനിയോടും കമ്പനി കസ്റ്റമറോടും നടത്തുന്ന പല രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി മാനേജ്മെന്റ്. CRM is not an activity only within a marketing department. It involves continuous corporate change in culture and process. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാത്രം റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമല്ല. ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഉണ്ടാകുന്ന പല ചേഞ്ചസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് CRM. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂഷൻ സെക്ഷൻ ആയിരുന്നു ഇന്ന് എടുത്തിരുന്നത്. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു. ബേസിക് ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തുള്ള അസൈൻമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് ഹൗ ക്യാൻ ആൻ ഓർഗനൈസേഷൻ അച്ചീവ് ദ ബേസിക് ഗോൾസ് ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.